അപ്പോൾ ഹലോ ഗായ്സ്, ഡേ നമ്മൾ അടുത്ത ട്രിപ്പ് പോകാൻ പോണത് കാരണമല്ല, കൊടൈക്കനാലാണ് പോകാൻ പോണത് ദേ നമ്മുടെ മന്നുണ്ട് നമ്മുടെ റാവൺ ചെറുക്കനായിട്ടാണ് ഓട്ടം പോകാൻ പോണത്. അപ്പോൾ ഞാനും കണ്ണഞ്ചനും കൂടിയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ അനിയൻ കുഞ്ഞേട്ടനാണ് വണ്ടിക്കകത്ത് ഡ്യൂട്ടി എടുത്തേക്കുന്നത്. അനിയൻ കുഞ്ഞേട്ടനാണ് വണ്ടി കൊടുത്തേക്കണത്. അപ്പോൾ അതേ അനിയൻ കുഞ്ഞേട്ടൻ വണ്ടിക്കകത്തുണ്ട്. വണ്ടി എടുക്കാൻ പോവുകയാണ്. നമ്മൾ ബാക്കി വിശേഷങ്ങൾ കുറേ കാണിച്ചു. മലബാർ സിമെൻറ്റിൻ്റെ വാതിക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുക്കൻ കിടക്കണം. പാർട്ടീസും കാര്യങ്ങളെല്ലാവരും കയറി. ഇതേ കുറച്ച് പേര് പുറത്ത് നിൽപ്പുണ്ട്. കുട്ടയ്ക്കനാലിലേക്ക് പോകാനുള്ള അതേ ചിത്രപ്പാടിലാണ്. അവിടെ പിള്ളേർ സെറ്റാണ് ഫുള്ള്. അവന്മാർ എല്ലാവരും പുറത്ത് അവിടെ ഇവിടെ ഒക്കെ ഇട്ട് വന്ന് നിൽപ്പുണ്ട്. ഇനി അടുത്ത പരിപാടി നേരെ ഇവിടെ നിന്ന് തെറിക്കുക ടോപ്പ് പ്ലേറ്റിലില്ല. അപ്പോൾ അതേ നമ്മൾ ഏറ്റുമാനൂർ ടൗണിലോട്ടെത്തി. ഏറ്റുമാനൂർ ടൗണിൽ കൂടി പോയിക്കൊണ്ടിരിക്കണം. നേരെ നമ്മൾ കുമളിക്കാണ് പോയിക്കൊണ്ടിരിക്കണം. കുമളിയും ചെന്നിട്ട് തേനി വഴി നമ്മുടെ കൊടൈക്കനാൽ രാവിലെ എത്തുള്ളൂ. അവിടെ നമ്മുടെ റാവൻ ചെറുക്കൻ്റെ ഇതേപോലെ തന്നെ ഒന്നുമേ കാണാൻ പറ്റല്ലേ ഗ്ലാസ്സിൽ കൂടി നോക്കിയിട്ട്. നമ്മുടെ ഏറ്റവും അമ്പലത്തിൻ്റെ വാതിക്ക് ഭഗവാന് അപ്പം. അപ്പോൾ ഇതേ ബാക്കി നമ്മളങ്ങോട്ട് കുട്ടിക്കാനം കുമളി എന്നുള്ള ചെറിയ കാഴ്ചകൾ കുറേ കാണിച്ചു തരാം. ഓക്കെ, ഹൈ റേഞ്ചിൻ്റെ കയറ്റവും കാര്യങ്ങളും തുടങ്ങി കയറിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ പുകപടലങ്ങൾ പോലെ കാണുന്നുണ്ട് അവിടെ എവിടെയൊക്കെ. ഇത് റാവൺ നീല കളർ. അങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഫ്രീ ആണ്. റോഡ് ഫ്രീ ആണെങ്കിലും വണ്ടി നല്ല രീതിക്ക് വെട്ടിയും കുറയാൻ പോലെ വേണ്ടത്. അത് ചെറിയ പ്രശ്നം മാത്രം. പുറകെ കാണിച്ചു തരാം ബാക്കി കാര്യം. അപ്പോൾ ഇതേ കാണാൻ ഫുള്ള് കോടേട്ടാ. എനിക്ക് എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതേ കോട ഉണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ ഇല്ല. ഇതേ കണ്ട അത് കോടയാണ് കാണുന്നത്. അപ്പുറത്തുനിന്ന് വണ്ടി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഇപ്പുറത്തോടത്ത് ചൂട് വെച്ച് നോക്കുമ്പോഴേ ഇവിടേക്ക് ഇങ്ങനെ കോട ഈ ഒരു തണുപ്പുള്ളത് ഒന്നും പറയാനില്ല. ഫീൽ തന്നെയാണ് കേട്ടോ. അതേ നമ്മളിങ്ങനെ നമ്മുടെ മുണ്ടക്കയം കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് സ്ഥലത്തിന് പേരെന്തായിരുന്നു? മോളിയല്ലേ? എന്തോ കുട്ടിക്കാനം. സോറി, മുണ്ടക്കയം കഴിഞ്ഞ് കുട്ടിക്കാനത്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. കുട്ടിക്കാനത്തൊക്കെയുള്ള ചുരമാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ ഇപ്പം നമ്മുടെ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇതായത് കൊണ്ടും ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളും ഇങ്ങനെ വന്നതുകൊണ്ട് മാത്രമാണ് എടുത്തെടുത്ത് പറയുന്നത് ഇന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കണത് എന്നുള്ളത്. അതേ വണ്ടി ഇങ്ങനെ ഓടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റാവൺ ചെറുക്കൻ റാവൺ. ഓ, അത് കൊള്ളാലോ. ഈ ആമ്പിൻ്റെ അകത്തുനിന്ന് പറഞ്ഞാൽ ഈ വ്യക്തമാണ് കാണുന്നത്. ഇതിൻ്റെ അത് കാണുന്നത് കോടയുണ്ട്. കോട കണ്ടാ അടിപൊളി, ഒന്നും പറയാനില്ല. കാതടഞ്ഞ കേട്ടോ. നമ്മൾ അങ്ങനെ കയറി വളഞ്ഞങ്ങനെ വാട്ടർഫോൾസ് എത്തിയിട്ടുണ്ട്. ചെറിയ വെള്ളം കാര്യങ്ങളുണ്ട്. വേറെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ കുമളിക്ക് കുട്ടിക്കാനം ടൗൺ നേരെ ചാടാൻ പോകണം. ടൗൺ ചാടിക്കാണ്ട് നേരെ കുമളിക്ക് പോകും. കുട്ടിക്കാനത്തോട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ കോട ഇല്ല. അതാണ് കോട കാണേണ്ടതാണ്. കോട ശോകമാണ്. കുറെ അണ്ണാച്ചി വണ്ടി കൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ടൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്.
പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതേ നമ്മൾ കഴിഞ്ഞ വട്ടം വന്ന അതേ റൂട്ട് തന്നെ ഉണ്ടാവും ഞങ്ങൾ നമ്മുടെ കുമളിക്ക് പോകണത്. വാഗമണ്ണിൽ നിന്നൊന്നും കുമളിക്ക് പോയില്ലായിരുന്നു. ആ പട്ടുമല ആ സെയിം റൂട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പട്ടുമല പള്ളി കഴിഞ്ഞ് നേർച്ചയൊക്കെ ഇട്ട് ഇതേ വണ്ടി എടുത്ത് പോയിക്കൊണ്ടിരിക്കണം. പോട്ടെ അവിടെ പട്ടുമല പള്ളി അങ്ങോട്ട് പോകാം. അതേ പട്ടുമല പള്ളിയൊക്കെ കഴിഞ്ഞ് മേലാട്ട് കളിക്കണം. കുമളി ചെക്ക് പോസ്റ്റിൽ ചെന്നിട്ട് നമുക്ക് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചിട്ട് നേരെ നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ചേർണം. ബാക്കി പുറകെ കാണിച്ചു പറഞ്ഞല്ലേ കൂടെ വരും. നോക്കണേ ഇല്ലാത്ത കൂടെടാ സാധനം കാണാൻ പാടില്ല. ലെഫ്റ്റ് ആണേ സാധനം കാണാവോ? വാ അതെ ഗൈസ്, നമ്മളത് കുമളി എത്തിയിട്ടുണ്ട്. കുമളി ടൗണിൽ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വണ്ടി അവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ചായ കുടിക്കാൻ അതെ നമ്മളെ കുറച്ച് പിള്ളേർ സെറ്റും ഉണ്ടാവും. അവന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അവർ ചായ കുടിക്കണം. എന്നിട്ട് നേരെ വിട്ട് കൊടുക്കണം. തണുപ്പുണ്ട് കേട്ടോ, അടിപൊളി പറയാനുള്ള നല്ല തണുപ്പും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ചെക്ക് പോസ്റ്റിൽ 200 രൂപ കൊടുക്കണം. എന്തിനാണെന്ന് ആർക്കും അറിയാൻ പാടില്ല. 200 രൂപ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചെക്ക് പോസ്റ്റിലേക്ക് ഇനി 200 രൂപ കൊടുക്കണം. പാർട്ടി ഡിസൈനിന് വാങ്ങിച്ച് എന്നിട്ട് നേരെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. നേരെ ഞങ്ങൾ പോണത് നമ്മുടെ എന്താണ് കൊടൈക്കനാല്. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ പറ്റാത്തൊരു കാഴ്ച. അതായത് ഈ ലോട്ടറി കട ഈ സാധനം ഇനി അപ്പുറത്തോട്ട് പോയിക്കേണ്ട ഉണ്ടാവില്ല. ഇവിടെ തമിഴന്മാരും മൊത്തം മിക്ക ആൾക്കാരും ഇവിടെ വന്നാൽ ലോട്ടറി എടുക്കണം. കാരണം നമുക്ക് തമിഴ്നാട്ടിൽ നിരോധിച്ചൊരു സാധനമാണല്ലോ ഈ സാധനം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതൽ ഇതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ലോട്ടറി കട മൊത്തം ഉണ്ടാവും. കാരണം അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട് ലോട്ടറി. അതേപോലെ തന്നെ സ്നാക്സിൻ്റെ കടയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ പച്ചക്ക വണ്ടി കയറി വന്നു നോക്കി. എൻ്റെ പോയിട്ടായിരുന്നു ഭയങ്കര ചെറുതാ. പോട്ടെ വലിയ വണ്ടി കാറാണ് പിന്നുള്ളത്. അങ്ങനെ നമ്മളിത് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കേരള ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇറക്കത്തിൽ ഈ ചുരത്തിലാണ് നമ്മുടെ മറ്റേ എന്താ പറയുക നമ്മുടെ മുല്ലപ്പെരിയാർ എന്ന തമിഴ്നാട്ടിലായിട്ട് വെള്ളം കൊണ്ടുപോകണ ആ പെൻസ്റ്റോക്ക് വൈപ്പ് സ്ഥിതിയാണ്. ഈ പോണ റൂട്ടിൽ തന്നെയാണ്. നമുക്ക് ഇരുട്ടാണെങ്കിലും കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഭയങ്കര വണ്ടിയാണ്, ഭയങ്കര വണ്ടി. വണ്ടി നിന്നൊടിഞ്ഞു തന്നെ. കമ്പം 20 കിലോ നിന്ന് ഭയങ്കര വണ്ടിയാട്ടോ. ഒരു രക്ഷയില്ല. മാരി വളവും താഴത്തേട്ടുള്ള ഇറക്കണം. താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അടുത്ത നമ്മുടെ ഒരു വളവെത്തി എയർബെൻ ചെറിയ റോഡാണ്. ഹോണടിക്കുക.
നമ്മൾ ചുരമെല്ലാം ഇറങ്ങി ഇതേ നമ്മുടെ തമിഴ്നാടിൻ്റെ മണ്ണിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ചെറുക്കൻ്റെ തമിഴ്നാട് കൃഷി വെട്ടുക്കാട് വെട്ടുക്കാട് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അണ്ണാച്ചി കയറും ലൈറ്റൊക്കെ കിട്ടും. ഇവിടെ നമ്മുടെ തേനി ഡിസ്ട്രിക്ട് പോലീസ് ഗോസ്ലോ തമിഴ്നാട്ടിലോട്ട് കയറിക്കേണ്ട മെയിനായിട്ടുള്ള സംഭവമാണിത്. നമ്മുടെ സ്പീഡ് ബ്രേക്കർ, ഹമ്പിന് പകരം സ്പീഡ് ബ്രേക്കർ. തമിഴ്നാടിൻ്റെ വണ്ടിയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗായ്സ്. ബാക്കി പുറകെ കാണിച്ചു തരാവേ, ബാക്കിയുള്ളത് പുറകെ കാണിച്ചു തരാം. ഓക്കെ ശരി. തമിഴ്നാട്ടിലോട്ട് കയറിയിട്ട് ആദ്യത്തെ ടോൾ വന്നിട്ടാ നമ്മൾ കുമളി ഇറങ്ങി നേരെ നമ്മുടെ കൊടൈക്കനാലേക്ക് പോകാൻ വേണ്ടി ആദ്യത്തെ ടോൾ. ഇവിടെ ഇവന്മാർ ടോൾ വാങ്ങിക്കണം, ഇത്ര നല്ല റോഡ് പണിട്ടാന്ന് പറയും. കേരളത്തിൽ എന്തുണ്ടായിട്ടാണ് ഈ ടോൾ വാങ്ങിക്കണം? ഇവന്മാർ പുള്ളി കിടന്ന് ഉറങ്ങിയതാണ് ആച്ചി. വിളിച്ചേ വാനം തുറന്നു, ടോള് തുറന്നു. ടോള് കഴിഞ്ഞ് ഇതേ പോണം. 185. അപ്പോൾ നമ്മുടെ ടോളിൻ്റെ പൈസ 185 രൂപയായി. ഓക്കെ, പിന്നെ പുറകെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഡേ നമ്മളത് കൊടൈക്കനാൽ കണ്ട വളഞ്ഞി നമ്മളിപ്പോൾ തേനി ടൗണിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കണം. നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മുടെ സീലും കാര്യങ്ങളൊക്കെ വെച്ച് വണ്ടി എടുത്ത് നേരെ ടൗണിൽ കൂടി നേരെ കൊടൈക്കനാലൊക്കെ വെച്ച് കയറിക്കൊണ്ടിരിക്കണം. അനിയൻ കൂട്ടം ഞാൻ അനിയൻ കുഞ്ഞി എന്നാണ് എൻ്റെ കൂടെ ഉള്ളത്. ഡ്രൈവിങ് ചെറുക്കൻ. റോഡ് അടിപൊളിയല്ല, റോഡ് ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ഡോറിൻ്റെ അവിടെ ഡോറിൻ്റെ അവിടെ ഈ സാധനം വെച്ച് ഇങ്ങനെ ചാരി ഇരിക്കുന്നു. അവിടെ ഇരുന്ന് മടുത്ത് അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരി ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഈ സാധനത്തിൻ്റെ ഇവിടെ ചാരി ഇരിക്കുക. ബാക്കി കാര്യങ്ങൾ നല്ല ഉറങ്ങണം അകത്തെല്ലാവരും. നമുക്ക് നേരെ ഓടി വെളുപ്പിന് അവിടെ ചെല്ലണം. എന്നിട്ട് അവരെ പുഷപ്പിന് കൊടുത്ത് സൈറ്റ് സീനും കാര്യങ്ങളും നമ്മൾ കൊണ്ടുപോകണ്ട. ഒരു വേറെ വണ്ടിയുണ്ട്, അത് അറേഞ്ച് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അവർ പൊക്കോളും. ബാക്കി ഓരോ കാര്യങ്ങൾ കുറേ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കൊടൈക്കനാലേക്കുള്ള ചുരം കൊടൈക്കനാലേക്കുള്ള ഈ ചുരം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 43 കിലോമീറ്ററും കൂടി ഉണ്ട് ഇനി കൊടൈക്കനാലേക്ക്. അതേ പതിയെ വണ്ടികൾ അധികം ഇല്ല. വണ്ടി ചെറിയ രീതിക്ക് വണ്ടിയും കാര്യങ്ങളും വന്നുള്ളൂ. ഇടയ്ക്ക് KSRTC വരും തമിഴ്നാട്ടിലാണ്. അപ്പോൾ അന്ന് വെടിയും കുറേയിട്ട് പോകണം. അപ്പോൾ പതിയെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ രാത്രി ഓടിയതേ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. കൊടൈക്കനാലിൽ നമ്മുടെ എന്താ പറയണ്ട എൻട്രി ചെയ്യണതിൻ്റെ അവിടെ നിൽക്കണത്. പുറകെ ഞാൻ കാണിച്ചു തരാം. എൻട്രി ചെയ്യണതിൻ്റെ അവിടെ തിരക്കും കാര്യങ്ങളും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു വണ്ടി കിടക്കണുണ്ടോ? അതേപോലെ തന്നെ ഇതിൽ അവിടെയാണ് നമ്മൾ എൻട്രി ചെയ്യണത്. അപ്പോൾ അങ്ങോട്ട് വണ്ടി കിടപ്പുണ്ട്. ഇനി അവിടെ നമ്മൾ പാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം പോകാനായിട്ട്.
രാത്രി കാണാത്തതൊക്കെയാണ്. ഇതാണ് ആള്, അനിയൻ കുഞ്ഞ്. അപ്പോൾ നമ്മുടെ റാവണ്ടാത്ത ഡ്യൂട്ടി. റാവൺ ഇവരെന്താ പോകാത്ത? പണ്ടത്തെ കേരള വണ്ടി, പഴയ വണ്ടി ദേവത്തിന്. തിരക്ക് പാസ് എടുക്കുന്നതിൻ്റെ തിരക്ക്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും കയറി വന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ തിരക്കാവും. അപ്പോൾ എല്ലാവരും വരും. എല്ലാം പഴനിയിൽ നിന്നൊക്കെ ഇറങ്ങി എല്ലാവരും വരും ഇങ്ങോട്ട്. നേരെ എല്ലാവരും പഴനിയിൽ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ നേരിട്ട് ഓടി വന്നു, ഈ വണ്ടി നേരിട്ട് ഓടി വന്നായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. ഇതാ അവിടെ കിടക്കണം. അവർ നേരിട്ട് ഓടി വന്ന ഞങ്ങളുടെ പുറകെ ഉണ്ടായിരുന്നു. ഇവിടെ എൻട്രി ഫീസ് എഴുതി വെച്ചിട്ട് ടൂറിസ്റ്റ് ബസ്സിന് 200 എന്നാണ്. പിന്നെ അതർ ബസ് 100 രൂപ. ഇനി ഇവന്മാർ എത്ര രൂപ വാങ്ങിക്കുമെന്ന് അറിയാൻ പറ്റില്ല. എന്നാൽ രാത്രിക്ക് തന്നെ പോലീസുകാർ വെറുതെ 100, 200 വെച്ച് വാങ്ങിച്ചിട്ടും പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇനി എത്ര രൂപ വാങ്ങിക്കുമെന്ന് അറിയാൻ പാടില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുണ്ട്. വന്നപ്പോൾ കുഴപ്പമില്ലാന്ന്. ഇപ്പോൾ മറ്റേ കുളിരാണ് കണ്ടത്. മരു തണുപ്പ് ഉറങ്ങോട് നിന്നേക്കണോണ്ട് പെട്ടെന്ന് തണുക്കാം. ബോട്ടിൽ വെള്ളം താന്നൊക്കെ പറഞ്ഞപ്പോൾ വരും മരി. അവിടെ കയ്യിലുള്ള പാസും കാര്യങ്ങളൊക്കെ കാണിക്കണം. അപ്പോൾ ഇവിടെ ആൾ നിൽപ്പുണ്ടായിരുന്നു, അവരെ പാസ് കാണിക്കണം. കാരണം എൻ്റെ കയ്യിലുണ്ട്, എടുത്തോണ്ടിരിക്കുക, ഫോണിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് അവരെ കാണിക്കാൻ പോകണം. പാസ് കാണിച്ചാൽ നമുക്ക് കയറി പോകാൻ പറ്റും. നെക്കി പിടി. വേറെ പോലീസ് ബാക്ക് തുറന്നു. ഗ്യാസ് കിട്ടിയ ഗ്യാസൊന്നും വിഷയമില്ല. ഗ്യാസ് ബാക്ക് നോക്കിയിട്ട് വരെ കയറി വരുമ്പോൾ തന്നെ ആദ്യത്തെ നമ്മുടെ വാട്ടർഫോൾസാണ് കേട്ടോ. രാവിലെ തന്നെ തിരക്ക്, ആൾക്കാരെല്ലാവരും വന്നിപ്പുണ്ട് വാട്ടർഫാൾസിൽ. രാവിലെ തന്നെ ഇറങ്ങി, രാവിലെ തന്നെ തിരക്കായി തുടങ്ങി. കടയൊക്കെ തുറന്നു തന്നെ ഉള്ളു. ആൾക്കാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. പോണ്ടിച്ചേരി വണ്ടിയാണ്, മലയാളീസ് കുറവാണ്. നമ്മളിതേ നമ്മുടെ ആദ്യത്തെ വാട്ടർഫാൾസിൻ്റെ അവിടെ വന്ന് ഇതേ തണുത്തിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ വണ്ടി ഇതേ ഇറക്കണം വണ്ടി. അതേപോലെ തന്നെ എന്താ പറയണ്ട, വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. തണുത്തിട്ടാണ് ഒരു രക്ഷയില്ല. ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. നമ്മളത്തെ ചൂട് ചോക്കുമ്പോൾ ഭയങ്കര തണുപ്പ്. ഇവിടുത്തെ അവന്മാർ ഒരു ജാക്കറ്റ് ഇട്ട് നടക്കണം. നമുക്ക് ജാക്കറ്റുള്ളൊരു സാധനമില്ല കയ്യിൽ. ഉറക്കവും പനി. അതെ, ആ പാർട്ടീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു, അവന്മാർ ഇറങ്ങി പോയിട്ടുണ്ട്. ഇനി രക്ഷയില്ലാത്തത് ഇതേ നമ്മുടെ ചെറുക്കാൻ കിടക്കണം. ഇപ്പോഴത്തെ ക്യാരറ്റിൻ്റെ പരിപാടി. ഇത് ക്യാരറ്റ് കടയൊക്കെ തുറന്നു തന്നെയുള്ള കേട്ടോ. നമ്മുടെ ടീംസ് ഉണ്ടോ രണ്ടുപേരും നിൽക്കണത്. അതേപോലെ തന്നെ ദില്ലി ക്യാരറ്റ് കട ചെയ്യപ്പെട്ടത്. വണ്ടി വരുന്നു, വണ്ടികളെല്ലാം കയറി വന്നിട്ടിരിക്കുകയാണ്. അതേ കോടയൊന്നുമില്ല, പക്ഷേ എങ്കിലും വായിന്നൊക്കെ പോകാനുണ്ട്. ഭയങ്കര തണുപ്പ്. പിന്നെന്തേ അവിടെ ചെറിയൊരു കോട. ഇത് കണ്ട നമ്മുടെ മരത്തുമേന്ന് കോട വന്നേക്കണ അതുണ്ട്. ഇതേപോലെ തന്നെ വേറെ തണുപ്പുറത്തെ അവസ്ഥ. ഫൈറ്ററിൻ്റെ വണ്ടി വന്നു.
ആ ഇതേ അവിടെ പാർട്ടീസും കാര്യങ്ങളും പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പച്ച വണ്ടി തന്നെയാണ് ട്രാവലർ. അവര് നമ്മൾ വന്നപ്പോൾ കണ്ടായിരുന്നടാ, രക്ഷയില്ല. അതേ അന്ന് ഞാൻ ജസ്റ്റ് അവിടം വരെ കൊണ്ടുപോയി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് വരാം. അതേ നമ്മുടെ 6:30 തിരക്ക് നോക്കിയേ കൊടൈക്കനാല്. 6:30 തിരക്ക്. 6:30 തിരക്കാണ് ഈ കാണുന്ന കൊടൈക്കനാല്. 6:30 ഫുള്ള് തിരക്ക്. ഈ 6:30 വെള്ളച്ചാട്ടം കാണാൻ അല്ലെങ്കിൽ നല്ലപോലെ ആൾക്കാരുണ്ട്. രക്ഷയില്ല. അതിനകത്ത് കൂടുതൽ തണുപ്പ്. ഇതിനകത്ത് മൂത്രം വേണം. അതിനകത്ത് ഇതൊക്കെ എറണാകുളം വെള്ളച്ചാട്ടം തന്നെ ഉണ്ട്. ബാത്റൂം താവത്തായിരിക്കുന്നത്. ഇത് നോക്കി രാവിലെ തന്നെ ഇത്രയും ആൾക്കാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്. ഇതിൻ്റെ കോച്ച് പിടിക്കുന്ന ആൾക്ക് തണുപ്പാണ്. കയ്യൊക്കെ വിറച്ചിട്ട് ക്യാമറ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇതേ നമ്മുടെ എന്താ പറയണ്ട കാലൊക്കെ മരവിച്ച് പോയി. അവിടെ നിന്ന് ഇവിടം വരെ ഇറങ്ങുള്ളൂ. അവിടെ നിന്ന് ഇവിടം വരെ ഇറങ്ങുമ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. ഒരു രക്ഷയില്ല തണുപ്പ്. എന്നിട്ട് ഒരു രക്ഷയില്ല തണുപ്പ്. കൈ വിറച്ചിട്ടിരിക്കുകയാണ്. ഒന്നും പറയല്ല. അടിപൊളി ക്ലൈമറ്റ് എന്ന് വെച്ചാൽ സെറ്റ് സാധനം. നല്ല തണുപ്പും ആ ഒരു സൂര്യപ്രകാശമൊക്കെ അടിച്ച് തന്നെ ഉള്ളു. അതേപോലെ തന്നെ ഈ തിരക്കും കുറച്ച് കുടിക്കുമ്പോൾ തിരക്ക് കൂടുന്നേ. അമ്മാച്ചൊക്കെ പോകണ്ട. അമ്മാച്ചി അത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴുള്ള അവസ്ഥയൊക്കെയാണ് കൊടൈക്കനാല്. പാർട്ടി ഫുള്ള് കോട.